ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആസ്വാദനം ഇന്ന് 21ാമത്തെ ദശകത്തിൽ 10ാമത്തെ ശ്ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് 219ാമത്തെ ദിവസമാണ്. ജംബുദ്വീപിലെ 9 വർഷങ്ങളിൽ ഭഗവാനെ എങ്ങനെ ആരാധിക്കണു എന്നുള്ളതാണ് കഴിഞ്ഞ 9 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞതെങ്കിൽ ഇന്ന് മറ്റ് 6 ദ്വീപുകളിൽ എങ്ങനെ ഭഗവാനെ ആരാധിക്കണു എന്ന് പറയുകയാണ്. ഇളാവൃതത്തിൽ സംഘർഷണനായും, ഭദ്രാശ്വം, ഹരിവർഷം എന്നിവിടങ്ങളിൽ ഹയഗ്രീവനായും നരസിംഹമായും, കേതുമാലം പ്രദ്യുമ്നായും, രമ്യകം, ഹിരണ്മയം, കുരു എന്നീ വർഷങ്ങളിൽ യഥാക്രമം മത്സ്യം, കൂർമ്മം, വരാഹം എന്നീ മൂർത്തിഭാവങ്ങളിലും, കിംപുരുഷവർഷത്തിൽ ശ്രീരാമനായും, ഭാരതവർഷത്തിൽ നരനാരായണന്മാരായും ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജംബുദ്വീപിലെ 9 വർഷങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇനി പ്ലക്ഷം തുടങ്ങിയ മറ്റ് ദ്വീപുകളിൽ എങ്ങനെയാണ് എന്ന് പറയുകയാണ്. പ്ലാക്ഷേർക്കരൂപമൈശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ചേംബുരൂപമധവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാം. ഐ പ്ലാക്ഷേ അർക്കരൂപം, ശാൽമലേ ഇന്ദുരൂപം, കുശനാമനി ദ്വീപേ വഹ്നിരൂപം, ക്രൗഞ്ചേ അംബുരൂപം, അധ ശാകേ
വായുമയം ച പുഷ്കരനാംനി ബ്രഹ്മരൂപം അപി ത്വം ലോകാ ഭജന്തി. ഗുരുവായൂരപ്പ, അവിടുത്തെ ജനങ്ങൾ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ എന്നാണ്. അയി പ്ലാക്ഷേ, ആ പ്ലാക്ഷദ്വീപത്തിൽ അർക്കരൂപനായി, സൂര്യരൂപിയായിട്ട്, ആ ആദിത്യസ്വരൂപനായിട്ട് ഭഗവാനെ ആരാധിക്കുന്നു. അതുകൊണ്ട് അവിടെയുള്ള ആളുകളൊക്കെ പൊതുവിൽ വിചാരശീലന്മാരാണ് എന്ന് പറയുന്നു. ശാൽമലേ ഇന്ദുരൂപം, അടുത്തത് ശാൽമലം എന്നുള്ള ദ്വീപാണ്. അവിടെ ഇന്ദുവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ചന്ദ്രനായി ഭഗവാനെ ആരാധിക്കുന്നു. ആളുകൾ പൊതുവിൽ വികാരപരന്മാരാണ്. കാരണം സൂര്യൻ ബുദ്ധിയുടെ ദേവതയും ചന്ദ്രൻ മനസ്സിൻ്റെ ദേവതയുമാണ്. ചന്ദ്രനെ മനോമയൻ, അന്നമയൻ എന്നൊക്കെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ കുശനാമനി ദ്വീപേ വഹ്നിരൂപം, കുശം എന്നു പേരുള്ള ദ്വീപിൽ വഹ്നി അഗ്നിയായിട്ട് ഭഗവാനെ ആരാധിക്കുന്നു. ക്രൗഞ്ചേ അമ്പുരൂപം, ക്രൗഞ്ചദ്വീപത്തിൽ ഭഗവാനെ ജലമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അഥാ ശാകേ വായുമയം ച, ശാകദ്വീപിൽ ആണ് വായു ആയിട്ട് ഭഗവാനെ ആരാധിക്കുന്നത്. പുഷ്കരനാംനി ബ്രഹ്മരൂപം അപീത്വം, പുഷ്കരം എന്ന ദ്വീപിൽ ബ്രഹ്മസ്വരൂപനായി, പരബ്രഹ്മസ്വരൂപനായി, കർമ്മമായി എന്നൊക്കെ ഭാഗവതത്തിൽ പറയുന്നു. അങ്ങനെ ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ലോകാ ഭജന്തി, ജനങ്ങൾ അങ്ങയെ ഭജിക്കുന്നു. അങ്ങനെ പ്ലാക്ഷത്തിൽ ആദിത്യനായി, ശാൽമലത്തിൽ ചന്ദ്രനായി, കുശത്തിൽ അഗ്നിയായി, ക്രൗഞ്ചത്തിൽ ജലമായി, ശാകത്തിൽ വായുവായി, പുഷ്കരദ്വീപിൽ പരബ്രഹ്മസ്വരൂപിയായിട്ടും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പറയാറുണ്ട്, ഭാഗവതത്തിൽ പ്രത്യേകം പറയുന്നു, ജംബുദ്വീപിന് ചുറ്റും ഉപ്പ് സമുദ്രം, പ്ലാക്ഷദ്വീപിന് ചുറ്റും കരിമ്പ് സമുദ്രം, അടുത്ത ശാൽമല ദ്വീപിന് ചുറ്റും മദ്യം സുരോധം, കുശദ്വീപിന് ചുറ്റും നെയ് സമുദ്രം, തുടർന്ന് ക്രൗഞ്ച ദ്വീപിന് ചുറ്റും ക്ഷീരസമുദ്രം, അതിനുശേഷം അടുത്ത ആ ശാകദ്വീപിന് ചുറ്റും തൈര് സമുദ്രം, ഏറ്റവും ഒടുവിൽ പുഷ്കരദ്വീപിന് ചുറ്റും ശുദ്ധജലം നിറഞ്ഞ സമുദ്രവുമാണ്. അപ്പോൾ ഓരോ ദ്വീപുകൾക്കും 1, 2, 4, 8, 16, 32, 64 എന്നിങ്ങനെ അത്രയും ലക്ഷം യോജന വിസ്താരം. അതിന് ചുറ്റുമുള്ള സമുദ്രങ്ങൾക്കും ഇത്രയും തന്നെ വിസ്താരമാണ് എന്ന് ഭാഗവതം പറയുന്നു. അത് ഒന്ന് ഓർമ്മിച്ചു ഇവിടെ എന്ന് മാത്രം. നമുക്ക് ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയം നമുക്ക് പാടി ഇന്ന് സമർപ്പിക്കാം. ഇന്ന് ഒറ്റപ്പാലത്തിനടുത്ത് ചോറോട്ടൂർ കാവ്, ചോറോട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മാഹാത്മ്യത്തോടുകൂടി ശ്രീമദ് ദേവി ഭാഗവത നവാഹത്തിന് തുടക്കം കുറിക്കുകയാണ്. പറ്റുന്ന ആളുകളെയൊക്കെ ക്ഷേത്രസന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ശ്ലോകം ചൊല്ലാം. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ചേംബുരൂപമധവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാം. ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. പ്ലാക്ഷത്തിലോ ആദിത്യനായി, ശാൽമലത്തിൽ ചന്ദ്രനായി, കുശത്തിലോ അഗ്നിയായും വിളങ്ങിടുന്നു. ക്രൗഞ്ചത്തിലോ ജലമായി, ശാകത്തിലോ വായുവായി, പുഷ്കരത്തിൽ പരബ്രഹ്മ സ്വരൂപനായി. നാരായണ 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 ദേവാധിദേവാ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.